കെ.ബി. ഗണേഷ് കുമാറിന്റെ കോട്ടയിൽ കയറിയിട്ട് യു.ഡി.എഫിന് എന്ത് ചെയ്യാൻ പറ്റും? പത്തനാപുരം മണ്ഡലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലരൊക്കെ പറയുന്ന ഡയലോഗ് ഇങ്ങനെയാണ്. ശരിയാണ്, മണ്ഡലത്തിൽ LDFനുള്ള മൃഗീയ ആധിപത്യവും കെ.ബി. ഗണേഷ് കുമാറിന്റെ ജനസമിതിയൊക്കെ വെച്ച് അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നമ്മളൊന്ന് പരിശോധിക്കുന്ന സമയത്ത് 9 പഞ്ചായത്തുകൾ അടങ്ങിയിട്ടുള്ള ഈ പത്തനാപുരം മണ്ഡലത്തിലെ 8 പഞ്ചായത്തും LDFന്റെ കയ്യിലായിരുന്നു. ഒരെണ്ണം മാത്രമാണ് UDFന്റെ പക്കലുണ്ടായിരുന്നത്. എന്നാൽ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ചില പഞ്ചായത്തുകളൊക്കെ UDFന് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി അനുകൂലമായി ഉണ്ടാകുമെന്നൊരു തരംഗം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല മണ്ഡലത്തിന്റെ മുക്കും മൂലയിലുമൊക്കെ പ്രവർത്തനം നടത്തുന്നത്. കഴിഞ്ഞ തവണ തോറ്റുപോയതാണ്. ആ ഒരു പോരായ്മകളൊക്കെ നികത്തിക്കൊണ്ട് തന്നെയാണ് UDFന്റെ മണ്ഡലത്തിലെ പ്രവർത്തനം വരുന്നത്. മന്ത്രി എന്ന നിലയിലും ഗണേഷ് കുമാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ജനസമിതിയും സ്വീകാര്യതയൊക്കെ മറികടന്ന് വലിയൊരു അടിയൊഴുക്ക് പത്തനാപുരത്ത് ഉണ്ടായാൽ മാത്രമാണ് UDFന് വിജയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വികസനവും വിവാദവും ഒക്കെ മണ്ഡലത്തിൽ ചർച്ചയാണ്. എന്നാൽ 6ാം തവണയും നിയമസഭാ ഇലക്ഷന് മത്സരിക്കുന്ന കെ.ബി. ഗണേഷ് കുമാറിനെ തോൽപ്പിക്കണമെന്ന ഒരു വിഭാഗം കൂടി മണ്ഡലത്തിലുണ്ട് എന്നാണ് ഇങ്ങനെ ഊഹാപോഹങ്ങളൊക്കെ പ്രചരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഗണേഷ് കുമാറിന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഒരിക്കലും ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല. അവിടുത്തെ മത്സരഫലം എന്തായാലും അൺപ്രഡിക്റ്റബിൾ ആവുമെന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും പ്രതീക്ഷിക്കുന്നത്. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ അഥർവ ആയുർവേദ.